പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായ എം.പി. രാജേഷാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹത്തോട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് 2 തവണ അവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്ന വി.ടി. ബൽറാം എന്ന ശക്തനായ ഒരു എതിരാളി തന്നെയാണ്. അദ്ദേഹം ശക്തനായ ഒരു എതിരാളിയാണ്. 2011 മുതൽ 16 വരെ ഉള്ള തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തുടർച്ചയായി ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ 2021 പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2021 LDFന് വലിയ മുന്നേറ്റമുണ്ടായ, രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കപ്പെടുന്ന വലിയ മുന്നേറ്റമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2021 നടന്നത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വി.ടി. ബൽറാമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പിഴവുകൾ അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുമുണ്ട്. വി.ടി. ബൽറാമിനോട് അതൃപ്തി തോന്നാൻ പ്രത്യേകിച്ച് ഇടതുപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ ഒരു ഘട്ടങ്ങളിൽ വി.ടി. ബൽറാം നേടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃത്താലയിൽ. പക്ഷേ വി.ടി. ബൽറാം അന്ന് നടത്തിയ ചില പരാമർശങ്ങൾ, A.K. ഗോപാലിനെ കുറിച്ചൊക്കെ നടത്തിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും വളരെ ആദരപൂർവ്വം കാണുന്ന വളരെ ജനകീയ നേതാവായ A.K.ജിയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ വി.ടി. ബൽറാമിന് അവിടെ പ്രശ്നമായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ ചില വിഭാഗക്കാർക്ക് അദ്ദേഹത്തെ എതിരായി മാറ്റിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിലൊന്ന്, അദ്ദേഹം ഈ ജാതി EWS എന്ന് പറയുന്ന മുന്നോക്ക സംവരണത്തിനെതിരെ എടുത്ത നിലപാടാണ്. മുന്നോക്ക സംവരണം ശരിയല്ല, അത് സംവരണത്തെ അട്ടിമറിക്കുന്നതാണ് എന്ന് പറഞ്ഞ അപൂർവം കോൺഗ്രസ്സുകാരിലൊരാൾ വി.ടി. ബൽറാമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തൃത്താലയിൽ ചില വിഭാഗങ്ങളെ പ്രകോപിപ്പിച്ച, കോൺഗ്രസ്സിൽ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രകോപിപ്പിച്ച ഒരു നിലപാടായിരുന്നു എന്നാണ് ഞാൻ. പൊതുവേദികളിൽ ബഹിഷ്കരണമൊക്കെ ആയിട്ടായിരുന്നു. അതെ, അതുണ്ടായിരുന്നു. EWS, ഈ കോൺഗ്രസ് EWSന് അനുകൂലമായിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ നിലപാടെടുത്തതെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതായത് ലോക്സഭയിൽ EWSനെതിരെ അനുകൂലമായ ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ BJP കൊണ്ടുവന്ന ബില്ലിനെ അനുകൂലിച്ച് കോൺഗ്രസ് അനുകൂലിച്ചപ്പോഴും വി.ടി. ബൽറാം കോൺഗ്രസിൻ്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് EWSനെ എതിരായി നിലകൊണ്ടുവെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ജാതി സെൻസസിനെ നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരാളാണ്. ആ പിന്നോക്ക ദലിത് രാഷ്ട്രീയവുമായി ചേർന്ന് പോകാൻ, ന്യൂനപക്ഷ രാഷ്ട്രീയവുമായും ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ചില തരത്തിൽ ഇടപെടലുകൾ നടത്തിയൊരു ആളാണ് വി.ടി. ബൽറാം. അദ്ദേഹത്തിന് A.K.ജിയുടെ കാര്യത്തിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലപാടുകൾ സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായി മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2016 വി.ടി. ബൽറാം അവിടെ നിന്ന് ജയിച്ചതെങ്കിൽ 2021 എത്തുമ്പോൾ 3000 ചില്ലാൻ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എം.പി. രാജേഷ് അവിടെ 3016 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ചെയ്തത്.